Okay, we class start ചെയ്യാം. Good evening once again. ടോട്ട് അതിൻ്റെ ജനറൽ കൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. ഇന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ആയിരുന്നു. പക്ഷേ നാളെ മിസ്സിന് ഒരു സ്റ്റഡി ടൂർ പോകേണ്ടതുകൊണ്ട് ഇന്ന് ഇപ്പം വിളിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ക്ലാസ് ഞാൻ നേരത്തെ പോസ്റ്റ്പോൺ ചെയ്തിരുന്നല്ലോ. അപ്പം ടോട്ടൻ്റെ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ട് കഴിഞ്ഞ സൺഡേയിലായിരുന്നു, അപ്പോൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം സോറി ഫോർ പോസ്റ്റ്പോൺമെൻറ്റ്. ആൻഡ് നമുക്ക് ആ ക്ലാസ് ഞാൻ ഇന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ടോട്ട് നിങ്ങൾ ഓൾറെഡി എല്ലാവരും നോക്കിയതാണ്. ക്ലാസ്സുകളൊക്കെ ഏകദേശം തൃശ്ശൂർ 10 ക്ലാസ്സോളം കഴിഞ്ഞു. നമ്മുടെ കോഴിക്കോടും അതുപോലെ തന്നെ കുറേ ക്ലാസ്സുകളായി. എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്തോട്ടെ. എല്ലാവർക്കും ടോട്ട് എന്താണ് എന്നറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ട് അതൊരു ഫ്രഞ്ച് വേർഡാണ്. അത് ലാറ്റിൻ ടേം ആയിട്ടുള്ള ഫ്രഞ്ച് വേർഡാണ് ടോട്ട് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് എ ഫ്രഞ്ച് വേർഡ്. ടോർട്ടം എന്ന് ഉള്ള ലാറ്റിൻ ടേമിൽ നിന്നാണ് ഈ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ടോട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി എ ഫ്രഞ്ച് ടേം and it is derived from the Latin term tortum, and also its meaning എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടം ട്വിസ്റ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ രണ്ടുപേരുടെയും കൂടെ സൗണ്ട് വരുമ്പോൾ എന്താണ് ഡിസ്റ്റോർഷൻ വരും, സൗണ്ട് ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ടാണ്. അപ്പം ആരെങ്കിലും മിസ്റ്റേക്കിലേ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കുക. അപ്പം ടോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ടോട്ട്? എന്തായിരുന്നു? ടോട്ട് ഈസ് എ ഫ്രഞ്ച് വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ ടേം ടോട്ടം ആൻഡ് ഇറ്റ്സ് മീനിങ് ഈസ് ട്വിസ്റ്റഡ്. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then tort means a conduct which is not straight or lawful. Straight അല്ലെങ്കിൽ lawful ആയിട്ടുള്ളതല്ല, അത് ട്വിസ്റ്റഡ് ആണ്. Then ഇതിൻ്റെ നെക്സ്റ്റ് രണ്ട് മീനിങ് is crooked as well as unlawful. നിങ്ങൾ ഓൾറെഡി അറിയാം. എന്നാലും ഇത് ആദ്യത്തെ ബിഗിനിങ് ക്ലാസ് ആയതുകൊണ്ട് ശരിക്കും നമുക്കത് പറഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. സോ it is a wrongful act which causes injury to another person. നമുക്ക് നമ്മുടെ റൈറ്റ് വേറൊരാള് നമുക്കൊരു ഇഞ്ചുറി വരുത്തുന്നതിലേക്ക് നമ്മുടെ ആക്ട് ആവരുത്. ഓക്കെ, അപ്പം ടോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ wrongful act which causes injury to another person. Then ഇന്ത്യൻ ലോ ഓഫ് ടോട്ട് അതൊരു കോഡിഫൈഡ് ലോ അല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ലോ ഓഫ് ടോട്ട് ആൻഡ് ഇറ്റ് ഈസ് അൺകോഡിഫൈഡ്. സോ ഇറ്റ് ഈസ് അൺകോഡിഫൈഡ് ലോ. ഇറ്റ് സ്പ്രെഡ്സ് ഓൺ കേസ് ലോസ് ആസ് വെൽ ആസ് വേരിയസ് ലെജിസ്ലേഷൻസ്. ടോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടായിട്ട് നമുക്ക് എങ്ങും എനാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ടോട്ട് എന്ന് പറയുന്നത് അത് സത്യത്തിലെ ഈ നമ്മുടെ ഇതിനകത്താണ്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് ആണല്ലോ. ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് ലോ. ലോയ്ക്കകത്ത് ആർട്ടിക്കിൾ 13 പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും ഉണ്ട്, പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും ഉണ്ട്. അതിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്കകത്ത് കോമൺ ലോ പ്രിൻസിപ്പിളിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്ത് വന്ന ഒരു ബ്രാഞ്ച് ഓഫ് ലോയാണ് ടോട്ട് എന്ന് പറയുന്നത്. പ്രീകോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഈസ് ഓൾസോ എ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അതേതാണെന്ന് അറിയാമോ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്ന്? പ്രീകോൺസ്റ്റിറ്റ്യൂഷൻ ലോ ക്യാൻ ഓൾസോ ബി ഡീംഡ് ഓർ ഇറ്റ് ഈസ് ഓൾസോ ഡീംഡ് ആസ് ലോ. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഡെഫിനിഷൻ ഓഫ് ലോ. അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് പറയാം? ഓക്കെ, ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13(1) പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുടെ കാര്യം പറയുന്നത്. ഇനിയും ടോർട്ട് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ
കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അത് എൻ്റെ നോക്കിയിരുന്നില്ല. ആർട്ടിക്കിൾ 300 ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 300 എന്ന് പറയുന്നത് ആണ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സിബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞു ടോട്ടൽ ജനറൽ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ഓഫ് ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സംഭവം സത്യത്തിൽ അത് എന്താണ് കൂടെ കാണാവുന്ന രീതിയിലൊന്നും ആയിക്കോട്ടെ. Object of law of tort is to enforce these rights and duties by providing legal remedy. അപ്പം ലീഗൽ റെമഡി എൻഫോഴ്സ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ആ ലോ ഓഫ് ടോർട്ടിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇതൊരു നമ്മൾ ഇഷ്ടംപോലെ ലാറ്റിൻ മാക്സിംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് എന്താണ്, ഒന്നിലെ ഒരു ലോയുടെ ഒരു എന്താണ് ഒരു ലീഗൽ ടേമിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എടുക്കുന്നത് ഏറ്റവും ആദ്യം അതിന്റെ ലിറ്ററൽ മീനിങ്, ഡിക്ഷണറി മീനിങ്ങിൽ നിന്നാണ്. അതിന്റെ കൂടെ തന്നെ ലീഗൽ മാക്സിമിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഇത് ശരിക്കും നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആയിരുന്നു. നമുക്ക് ഇപ്പം എന്താണ് ലീഗൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പക്ഷെ അതിന് പകരം നമുക്ക് പഠിക്കേണ്ട ഒരു സാധനം ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആയിരുന്നു. ഒരു ആർട്ടിക്കിൾ എങ്ങനെ വായിക്കും, ഒരു സെക്ഷന്, ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ സെക്ഷൻ എങ്ങനെ വായിക്കും, അതിന്റെ മീനിങ്, അതിനകത്ത് ഒബ്ജക്റ്റ് എന്താണ് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് അറിയണം. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ലീഗൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും ഉള്ളതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അത്. അപ്പം ഇവിടെ നമ്മുടെ ടോർട്ട് ആധാരമാക്കിയിരിക്കുന്ന ബേസ്ഡ് ആയിട്ടുള്ള ലീഗൽ മാക്സ് എന്ന് പറയുന്നത് ഉബി ജസ് ഇബി റെമഡിയം, വേർ ദർ ഈസ് എ റൈറ്റ് ഇൻ ബ്രാക്കറ്റ് when the right is violated, where there is a legal right when it is violated, അത് ബ്രാക്കറ്റിലുണ്ട്, there is a legal remedy. അപ്പം where there is a legal right in brackets, if it is violated, there is a legal remedy. അതാണ് ഉബി ജസ് ഇബി റെമഡി. ഇത് നമ്മൾ ടോട്ടിനകത്ത് ഏതെങ്കിലും ഒരു ആൻസറിനകത്ത് നമ്മൾക്ക് ഏകദേശം 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 essays ഉണ്ട്, 2 പ്രോബ്ലംസ് ഉണ്ട്, 2 essays ഉണ്ട്. ഈ ഒരു ലീഗൽ മാക്സ് ടോട്ടിനകത്തായാലും ഏതൊരു സാധനത്തായാലും എവിടെയെങ്കിലും ഇത്രയൊന്നും പറഞ്ഞിരിക്കണം. അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ലീഗൽ മാക്സിം എന്ന് പറയുന്നത്. ടോട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ ലീഗൽ മാക്സിം ഉബി ജസ് ഇബി റെമഡിയം. ദെൻ അടുത്തത് നമ്മളുടെ റൈറ്റ്, മറ്റൊരാളുടെ നോസിന്റെ അറ്റം വരെ നമുക്ക് നമ്മുടെ റൈറ്റ് ഉള്ളൂ. യുവർ റൈറ്റ് സ്റ്റോപ്സ് വെൻ അതേഴ്സ് നോസ് സ്റ്റാർട്ട്സ്. ഓൾസോ ലോ വിൽ interfere when a person interferes with the right of another person. നമ്മൾക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള റൈറ്റ് ആണ്. അവരവരുടേതായിട്ട് സ്പെസിഫിക് റൈറ്റ്സ് ഒന്നുമില്ല, എല്ലാവർക്കും കോമൺ റൈറ്റ്സ് ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പം when a person unlawfully interferes with another's right, then law will interfere. നമ്മളിവിടെ ജീവിക്കുന്നത് എന്താണ്, നമ്മളുടെ വീട്ടിൽ കള്ളൻ കയറത്തില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ്, നമുക്ക് എന്താണ് ക്രൈംസിന്റെ ക്രിമിനൽ ലോസ് വളരെ നല്ലവണ്ണം എൻഫോഴ്സ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. അല്ല നമ്മുടെ മിടുക്ക് കൊണ്ടാണോ നമ്മുടെ രാത്രിയിലെ ആരും നമ്മുടെ ഹൗസ് ട്രെസ്പാസ് നടത്താതെ ഒരു കള്ളനും വന്ന് എടുത്തോണ്ട് പോവാതെ നമ്മൾ സർവൈവ് ചെയ്യുന്നത്? അപ്പൊ ലോ വിൽ ഇന്റർഫിയർ ദെയർ വെൻ എ പേഴ്സൺ ഇന്റർഫിയേഴ്സ് വിത്ത് ദ റൈറ്റ് ഓഫ് അനദർ പേഴ്സൺ. ഇനി along with having right,
നമുക്ക് റൈറ്റ് ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ റൈറ്റിനെ ഇന്റർഫിയർ ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരുടെ റൈറ്റിനെ ഇന്റർഫിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലോ വിൽ ഇന്റർഫിയർ അസ്. ഓക്കെ, along with having rights, everyone has a duty to respect the rights of other person. മറ്റുള്ളവന്റെ റൈറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മൾക്ക് എന്താണ് ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്. മറ്റുള്ളവന്റെ റൈറ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ലോ വിൽ ഇന്റർഫിയർ. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകാം. when a person violates right of another person, he fails his duty and thus committing a wrong. അപ്പോൾ എപ്പോഴാണ് ഒരു റോങ് കമ്മിറ്റഡ് ആവുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? മറ്റുള്ള റൈറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ആ റൈറ്റിനെ അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. അവരുടെ ഡേ ടു ഡേ ലൈഫിലെ അവരുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, അവരുടെ എന്താണ് ലീഗൽ റൈറ്റ്സിനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുവാണ്, ഇന്റർഫിയർ ചെയ്യുവാണെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് എ റോങ്. ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ലോ. അപ്പം ഇൻഫ്രാക്ഷൻ ഓഫ് ലോ, റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാക്ഷൻ ഓഫ് ലോ. ഇപ്പം ശരിക്കും റോങ് എന്താണ് പലതരത്തിലുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള റോങ് റൈറ്റ് ഉണ്ട്. അതേപോലെ എന്താണ് ഒരു പബ്ലിക് ഇഞ്ചുറി വരുന്ന ഒരു റോങ്ങും ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇഞ്ചുറി വരുന്ന ഒരു റോങ്ങും ഉണ്ട്. ഇപ്പം എന്താണ് ക്രൈമും ടോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആക്ച്വലി ക്രൈമും ടോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടോട്ട് എന്ന് പറയുന്നത് പേഴ്സണൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നെങ്കിലാണ് അവിടെ ടോട്ട് കമ്മിറ്റഡ് ആവുന്നത്. അതേ സമയം ക്രൈം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പബ്ലിക് റോങ്, ഒരു പബ്ലിക് റൈറ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആണ് അവിടെ ഒരു പബ്ലിക് ഇഞ്ചുറി വരുന്നത്. അപ്പം എന്താണ്, നമുക്ക് റോഡിൽ കൂടി പോകാൻ പറ്റത്തില്ല. റോഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. നമ്മളെ അവിടെ തടയുന്നു. അപ്പൊ നമുക്കൊരു എന്താണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അത് നമ്മുടെ മാത്രമല്ല, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ റൈറ്റ് ആണ് അവിടെ പോകുന്നത്. സോ അതൊരു ക്രൈം. അപ്പം എന്താണ്, രണ്ട് രീതിയിലുള്ള റോങ് ഉണ്ട്. 2 categories of wrong infractions of law are there. ഒന്ന് പബ്ലിക് ഇഞ്ചുറിയും പ്രൈവറ്റ് ഇഞ്ചുറിയും. ഓക്കെ, ദെൻ പ്രൈവറ്റ് ഇഞ്ചുറി ആണ് ഓൾസോ. രണ്ട് ടൈപ്പ് റോങ് ഉണ്ട്. പബ്ലിക് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ആണ്. പ്രൈവറ്റ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് നേരെ ഇവിടെ പോയാൽ മതി. എവിടെ? കോടതിയിലോ അല്ലെങ്കിൽ ആ റെമഡിയൽ സ്റ്റെപ്സ് നമ്മൾ അവെയിൽ ചെയ്താൽ മതിയാവും. അത് ക്ലെയിം ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് പ്രൈവറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്? ഈ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ളതാണ്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ടി, ഒരു ഇൻഡിവിജ്വലും സെവറൽ ഇൻഡിവിജ്വൽസ് ഓൺ ദ അതർ പാർട്ടും വേണേൽ കാണാം. എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ്, ഒരു ബാങ്കും ആ ബാങ്കിലെ കാർ ലോൺസ് എടുത്ത കസ്റ്റമേഴ്സും തമ്മിലുള്ള അതൊരു കോൺട്രാക്റ്റ് ആണ്. അപ്പം ശരിക്കും എന്താണ് അത്? ഒരു പ്രൈവറ്റ് ഇഞ്ചുറി ആണ് അവിടെ വരുന്നത്. അപ്പം ദാറ്റ് ഈസ് എ ഡ്യൂട്ടി ഓവ്ഡ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആണ് അവിടെ. അവിടെ ഒരു പബ്ലിക് അല്ല, അവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സണാണ്. ഒരു ഫേമും ഒരു ഇൻഡിവിജ്വലും തമ്മിലാണ്. ദെൻ ഇവിടെ ഒരു പേഴ്സന്റെ റൈറ്റ് ആണ് വയലേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അത് റൈറ്റ് ഇൻ പേഴ്സോണം എന്ന് പറയും. റൈറ്റ് ഇൻ പേഴ്സോണം. when there is a violation of a right of an individual, that right is called right in personam എന്ന് പറയും. അപ്പം ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇനിയും റൈറ്റ്, നമ്മൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ മറ്റുള്ളവരാരും ട്രസ്പാസ് ചെയ്യരുത്.
ആ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് അഗൻസ്റ്റ് ദ ഹോൾ വേൾഡ് ആണ്. റൈറ്റ് ഡ്യൂട്ടി ഓപ്റ്റ് ടു വേൾഡ് അറ്റ് ലാർജ് ആണ്. സോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് റൈറ്റ് ഇൻ, അതിനെന്താ പറയുന്നത്? ക്യാൻ യു റെസ്പോണ്ട്? റൈറ്റ് ഇൻ പേഴ്സോണം ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇതാണ്. രണ്ടും പ്രൈവറ്റ് ഇഞ്ചുറി ആണ്. അതേസമയം നമ്മളുടെ റൈറ്റ് കോമൺ. സോറി, ശരിയാണ്. റൈറ്റ് ഇൻ റം. യെസ് ഓഫ് കോഴ്സ്, റൈറ്റ് ഇൻ റം. റൈറ്റ് ഇൻ റം റൈറ്റ് ഇൻ റമ്മിന് ഒരു എക്സാമ്പിൾ പറയാമോ? പ്രൈവറ്റ് പ്രോപ്പർട്ടി. റൈറ്റ് ഇൻ റമ്മിന് ഞാൻ പറയാം കോൺട്രാക്ട്, ടോർട്ട്. ഇതിൽ ടോർട്ട് എവിടെ വരും? റൈറ്റ് ഇൻ റം ആണോ റൈറ്റ് ഇൻ പേഴ്സോണ ആണോ? റൈറ്റ് ഇൻ റം ആണ്. കോൺട്രാക്ട് ആണെങ്കിൽ റൈറ്റ് ഇൻ പേഴ്സോണവും, അതായത് പേഴ്സണൽ റൈറ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. റെപ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്തു, ഡിഫമേഷൻ വന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കും എൻ്റെ റെപ്യൂട്ടേഷന് നിങ്ങൾക്ക് ആർക്കും, ഈ വേൾഡിലുള്ള ആർക്കും തന്നെ വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ റെപ്യൂട്ടേഷനെ ഡിഫെയിം ചെയ്യാൻ പറ്റത്തില്ല. ഡിഫമേഷൻ എന്ന് പറയുന്നത് റൈറ്റ് എഗൻസ്റ്റ് എൻ്റെ റെപ്യൂട്ടേഷന് എഗൻസ്റ്റ് ഹോൾ വേൾഡ്. എൻ്റെ റെപ്യൂട്ടേഷൻ എനിക്കുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കും അത്, ഹോൾ വേൾഡ്, നിങ്ങൾക്ക് ആർക്കും അത് അത് വയലേറ്റ് ചെയ്യാൻ, എൻ്റെ റെപ്യൂട്ടേഷനെ വയലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ആ സംഭവമാണ് റൈറ്റ് ഇൻ റം. റൈറ്റ് എഗൻസ്റ്റ് ഡ്യൂട്ടി ഓട്ട് ടു വേൾഡ് അറ്റ് ലാർജ്, അതാണ് ഡിഫമേഷൻ. ഓക്കെ. അപ്പം പ്രൈവറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇഞ്ചുറി ശരിക്കും പബ്ലിക് ഇഞ്ചുറി എന്ന് പറഞ്ഞു, അത് ക്രൈം. പ്രൈവറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഇഞ്ചുറിക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് റൈറ്റ് ഇൻ പേഴ്സോണവും രണ്ടാമത്തെ റൈറ്റ് ഇൻ റം. നന്നായിട്ട് മനസ്സിലാക്കുക. Two types of injury categorically it is private as well as public. Public injury is nothing but crime. Private injury there is two types. One is right in personam, example contract. Another one is right in rem, that is against the whole world. So it is an example of right in rem is tort. Then that right is available against the whole world. അടുത്തതിലേക്ക് പോകാം. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ടോർട്ട്. എസെൻഷ്യൽ ഫീച്ചേഴ്സിലെ ഏറ്റവും ആദ്യം പറയുന്നത് നമ്മൾ സിവിൽ റോങ്ങും ക്രിമിനൽ റോങ്ങും എന്താണെന്ന് പറഞ്ഞു. സിവിൽ റോങ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? തെറ്റിയുള്ളത് പ്രശ്നം പറ. സിവിൽ റോങ് എന്ന് പറയുന്നത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ? സോറി, പബ്ലിക്. സിവിൽ റോങ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് റോങ് ആണ്. അപ്പം there are two types of wrong. ഒന്ന് സിവിൽ റോങ്സ്, മറ്റേത് ക്രിമിനൽ റോങ്. Don't belong to the category of സിവിൽ റോങ്. അപ്പൊ സിവിൽ റോങ് എന്ന് പറയുന്നത്, സിവിൽ റോങ് injured parties institute civil proceeding against wrongdoer and the remedy is damages. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ ഒരു ടേമാണ് വാട്ട് ഈസ് ഡാമേജ് ആൻഡ് വാട്ട് ഈസ് ഡാമേജസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡാമേജ് ആൻഡ് ഡാമേജസ്. എന്താണ് ഡാമേജും ഡാമേജസും തമ്മിലുള്ള വ്യത്യാസം? പെട്ടെന്ന് പറയാം. Damage is injury. Damages is the remedy for damage. Damage is injury. Damages is the remedy for damage. That is compensation. Okay.
മനസ്സിലായല്ലോ അത്? ഡാമേജ് ഈസ് ഇഞ്ചുറി, റോങ്, ആൻഡ് ഡാമേജസ് ഈസ് കോമ്പൻസേഷൻ, ദ റെമഡി ടു ദ ഡാമേജ്. ഇപ്പൊ സിവിൽ റോങ് ആർ കോമ്പൻസേറ്ററി ഇൻ നേച്ചർ. ഇപ്പം ക്രിമിനൽ റോങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണ് എൻഫോഴ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പണിഷ്മെന്റ് ആയിരിക്കും. ഇവിടെ പണിഷ്മെന്റ് അല്ല, ഒരു സിവിൽ റോങ് ആണ്. സിവിൽ റോങ് അതിന്റെ റെമഡി എന്ന് പറയുന്നത് ഒരു നഷ്ടപരിഹാരം, ഒരു കോമ്പൻസേഷൻ, ഒരു ഡാമേജസ് കൊടുക്കുക. ഡാമേജസ് എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ, ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി. റെമഡി ടു ഡാമേജ് ഈസ് ഡാമേജസ്. റെമഡി ടു ഡാമേജ് ഈസ് ഡാമേജസ്. മനസ്സിലായല്ലോ? ഫസ്റ്റ് എസെൻഷ്യൽ ഈസ് എന്താണ്? തോട്ട് ഈസ് എ സിവിൽ റോങ്. സിവിൽ റോങ് എന്ന് പറയുന്നത് പബ്ലിക് റോങ് അല്ല, പ്രൈവറ്റ് റോങ് ആണ്. പ്രൈവറ്റ് റോങ്ങിനകത്ത് 2 ടൈപ്പിലുണ്ട്, റൈറ്റ് ഇൻ പേഴ്സോണമും റൈറ്റ് ഇൻ റം. അതിൽ റൈറ്റ് ഇൻ റം ആണ് തോട്ട്, റൈറ്റ് ഇൻ പേഴ്സോണമാണ് കോൺട്രാക്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്രൈം ആൻഡ് തോട്ട്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് കോൺട്രാക്ട്. അത് രണ്ടും ശരിക്കും ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതിനകത്തൊന്ന് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ എസൻഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ നെക്സ്റ്റ് അടുത്തത് നോക്കാം. ക്രൈംസ് എന്ന് പറയുന്നത് പ്യൂണിറ്റീവ് ആണ്. ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താ? അറസ്റ്റ്, ഡിറ്റൻഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഒരു ട്രയൽ അവിടെ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം എന്താണ്? അക്യൂസ്ഡ്, ഇവിടെ റോങ് ഡൂവർ എന്നാണ്. സിവിൽ കേസിനകത്ത്, സിവിൽ റോങ്ങിനകത്ത് റോങ് ഡൂവർ എന്നാണ് പറയുന്നത്. പക്ഷേ ക്രൈമിനകത്ത് നമ്മൾ അക്യൂസ്ഡ് എന്നാണ് പറയുന്നത്. അത് പ്യൂണിറ്റീവ് ആണ്. ദെൻ റോങ് ഡൂവർ ഈസ് വിസിറ്റഡ് വിത്ത് സാങ്ഷൻ പണിഷ്മെന്റ് ഫോർ ക്രൈംസ്. റോങ് ക്രൈംസിനകത്താണെന്നുണ്ടെങ്കിൽ പ്യൂണിറ്റീവ് ആണ്. റോങ് ഡൂവർ ഈസ് വിസിറ്റഡ് വിത്ത് സാങ്ഷൻ ആസ് വെൽ ആസ് പണിഷ്മെന്റ്. സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് എസെൻഷ്യൽ ഈസ് ഓഫ് ടോർട്ട് ഈസ് റെമഡി ഈസ് എ കോമൺ ലോ റെമഡി. നമ്മൾ കോമൺ ലോ റെമഡി എന്ന്, കോമൺ ലോ എന്താണ്? കോമൺ ലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോ ഫോളോ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മളുടെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത്. അന്ന് ബ്രിട്ടീഷ് കോളനികൾക്ക് എല്ലാം ഫോളോ ചെയ്തിരിക്കുന്ന അവരുടെ അൺറിട്ടൺ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടാണ്. അപ്പം അത് കോമൺ ലോ, അതിനാണ് നമ്മൾ കോമൺ ലോ എന്ന് പറയുന്നത്. കോമൺ ലോ റെമഡിയാണ് ടോർട്ട് എന്ന് പറയുന്നത്. അടുത്തത്, there are 2 types of remedies in English law. One is common law courts, other one is equity. അപ്പം ഇവിടെ നമ്മൾ സിവിൽ കോർട്ടും ക്രിമിനൽ കോർട്ടും ഉണ്ടല്ലോ, സിവിൽ കോർട്ട് ക്രിമിനൽ കോർട്ടും ഉണ്ടല്ലോ, അതേപോലെയാണ്. But there are 2 types of remedies in English law. One is common law court and the other is equity courts. Then equity courts were governed by equity court എന്ന് പറയുന്നത് governed by principle of justice, equity and good conscience. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിനകത്ത് എപ്പോഴും എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ്. എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ്, ലീഗൽ പ്രിൻസിപ്പിളാണ് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യസ്. എന്താണ്? ഇക്വിറ്റി കോഡ്സിനകത്ത് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്താണ്? ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യസ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ
എനി റൂൾ ഓഫ് പ്രസിഡന്റ്. നിങ്ങൾക്ക് പ്രസിഡന്റ് എന്താണെന്ന് അറിയാമല്ലോ. ഒരു ജഡ്ജ്മെന്റ്, സുപ്രീം കോടതിന്റെ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ ബൗണ്ടഡ് ആണ്. അതിനൊരു പ്രസിഡന്റ്, നേരത്തെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് പിന്നെയുള്ള എല്ലാ കേസുകൾക്കും ഫോളോ ചെയ്യും. ഇനി ഇക്വിറ്റബിൾ റെമഡീസ് ആർ പ്രൊവൈഡഡ് വെൻ യൂഷ്വലി മോണിറ്ററി റെമഡീസ് cannot adequately receive the wrongdoing. അപ്പൊ ഇക്വിറ്റബിൾ ആണ്. അപ്പൊ ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നിങ്ങൾ മറ്റേരോടും പറയണ്ട, ക്രിമിനൽ റോങ്സിനകത്ത് ആണ് കൂടുതലും അത് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഇക്വിറ്റി കോർട്സ് ആർ ഗവേൺഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, equity and good conscience and not bounded by the rule of precedent. And equitable remedies provided when usually monetary remedies cannot adequately resolve when. Then next thing, common law courts are bound by the principles of law and rules of അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, കോമൺ ലോ റെമഡിയും ഇക്വിറ്റി ലോ റെമഡിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. കോമൺ ലോ കോർട്സ് വെയർ ബൗണ്ട് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പ്രസിഡന്റ്. whenever there is a conflict between common law as well as equity, the equity will prevail. ഇപ്പം നമുക്കൊരു ജനറൽ സ്റ്റാറ്റ്യൂട്ടും ഒരു സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ടും ഉണ്ട്. അതില് രണ്ടും കോൺഫ്ലിക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏത് ജനറൽ ലോയാണോ സ്പെസിഫിക് ലോയാണോ പ്രിവെയിൽ ചെയ്യുന്നത്? സ്പെസിഫിക് ലോ അല്ലേ? ഷുവർ. അത് തന്നെ ഇവിടെ വന്നേക്കുന്നത്. വെൻ ദർ ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ കോമൺ ലോ ആസ് വെൽ എസ് ഇക്വിറ്റി ലോ, ദ ഇക്വിറ്റി വിൽ പ്രിവെയിൽ. ഞാൻ ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LLM എൻട്രൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ നോട്ട്സ് ആയിരുന്നു. ഇച്ചിരി കട്ടിയാവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 5 years. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് നോക്കി. ഞാൻ ഈ സ്ലൈഡ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് സിവിൽ ലോ, സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് റെമഡി ഈസ് കോമൺ ലോ റെമഡി. തേർഡ് വൺ ഈസ് എന്തായിരുന്നു? അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ഡാമേജസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഡാമേജ് ഈസ് ഇഞ്ചുറി ആൻഡ് ഡാമേജസ് ഈസ് എന്താണ്? റെമഡി ടു ദ ഡാമേജ്. ഒരു ഇഞ്ചുറിക്കുള്ള റെമഡിയാണ്, അത് കോമ്പൻസേഷൻ ആയിരിക്കും. ഇവിടെ ടോട്ടിനകത്ത് എന്താണ്? അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. അത് കണക്കാക്കിയിട്ടില്ല, പ്രീഡിറ്റർമൈൻഡ് അല്ലാത്ത, നേരത്തെ കണക്ക് കൂട്ടി വെച്ചേക്കാത്ത ഒരു കോമ്പൻസേഷൻ ആണെങ്കിൽ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് കോൺട്രാക്റ്റിൽ വരുന്നത്. അത് എത്രയാണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, നമ്മൾ അസൈൻഡ് ആണ്. എത്രയാണ് അത് വരിക എന്നുള്ളത്. അതല്ലാതെ അതിനപ്പുറത്തെ കോൺട്രാക്റ്റിനകത്ത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂം, കോസ്റ്റ് മാത്രമേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ടോട്ടിനകത്ത് അൺലിക്വിഡേറ്റഡ് ഡാമേജ് ആണ്. അപ്പം നമ്മൾക്കൊരു മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, നേരത്തെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. പല ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും അതിൻ്റെ കേസിൻ്റെ ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പോൾ ടോട്ടിൻ്റെ ഫസ്റ്റ് വൺ സിവിൽ റോ, സെക്കൻഡ് വൺ എന്തായിരുന്നു? കോമൺ ലോ റെമഡിയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താ? അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഓഫ് ഡാമേജസ്. വൺ കാറ്റഗറൈസേഷൻ ഈസ് ലിക്വിഡേറ്റഡ് ആസ് വെൽ ആസ് അൺലിക്വിഡേറ്റഡ്. ലിക്വിഡേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അൺലിക്വിഡേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീ അസസ്മെന്റ് ആ ഡാമേജിന് ഉണ്ടാവില്ല. ആ സമയത്ത് ട്രയൽ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്യൂട്ടിലെ ജഡ്ജായിരിക്കും തീരുമാനിക്കുക. അതിൻ്റെ എല്ലാ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസും കണക്ക് കൂട്ടിയായിരിക്കും ഇതിലേക്ക് വരുന്നത്. ദെൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് മീൻസ് damages for breach which can be predetermined by the parties, that is contract. Unliquidated damages, that means damages for breach
which cannot be predetermined by the parties. It is left to the discretion of the court. കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് എന്ത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി ഡാമേജ് ആണ് ഏറ്റവും റെമഡി, ടോട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്ന ഡാമേജസ് ആണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഡെഫമേഷൻ, എൻ്റെ റെപ്യൂട്ടേഷൻ എത്ര വിലയുണ്ടെന്ന് നമുക്ക് എന്താണ് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല, എൻ്റെ റെപ്യൂട്ടേഷൻ എത്രയുണ്ടെന്ന് അല്ലെ. ഇപ്പം എന്താ ഒരു ഇപ്പോൾ എല്ലാ സംഭവങ്ങൾക്കും കോടിക്കണക്കിനല്ലേ ഡെഫമേഷനുള്ള കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്യുക. അപ്പോൾ റെമഡി cannot undo the harm. ഒരു റെമഡി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അത്രയും വലുതാവാനുള്ള കാര്യം എന്താണ്? ഡിറ്റർമിൻ ചെയ്യാൻ തിരിക്കാനുള്ള കാരണം എന്താണ്? റെമഡി cannot undo any harm. But money compensation is in the form of damages which is equivalent to harm caused and it is always in the discretion of the court and it is called unliquidated damage. Okay? മനസ്സിലായെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഇറ്റ് ഇസ് എ സിവിൽ, ലാസ്റ്റ് വൺ ഇറ്റ്സ് എ സിവിൽ റോങ് അതർ ദാൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലാത്ത ഒരു ഓർ ട്രസ്റ്റ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റും അല്ലാത്ത, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ അല്ലാത്ത സിവിൽ റോങ്. അപ്പൊ സിവിൽ റോങ്ങിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ദർ ഇസ് എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദർ ഇസ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അപ്പം ഇത് രണ്ടും അല്ലാത്ത സിവിൽ റോങ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ അല്ലാത്ത സിവിൽ റോങ് ആണ് ടോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട്. അത് ഡെഫിനിഷനകത്ത് വരുന്നതാണ്. ആ ഡെഫിനിഷനോട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. ഡെഫിനിഷൻ ഓഫ് ടോർട്ട്. സാൽമണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പം ശരിക്കും നമ്മൾ ഈ ടോർട്ടിനെ പറ്റി പറയുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലായിടത്തും കൊടുക്കേണ്ട കുറേ ഫീച്ചേഴ്സ് ഞാനിവിടെ പറഞ്ഞു. ഇനിയും സാൽമണ്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ സിവിൽ റോങ്. നമ്മളിപ്പോൾ ഇതുവരെ ടോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. അപ്പം ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് സാൽമണ്ടിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഇസ് എ സിവിൽ റോങ്. പിന്നെ നമ്മൾ പറഞ്ഞു റെമഡി ഇസ് എ കോമൺ ലോ റെമഡി. അപ്പൊ ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് എ സിവിൽ റോങ്. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഇനി ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. ഇറ്റ് ഇസ് എ സാൽമണ്ട് എന്താ പറഞ്ഞ ടോർട്ടിനെ പറ്റി? ഇറ്റ് ഇസ് എ സിവിൽ റോങ് ആൻഡ് ഇറ്റ് ഇസ് എ റെമഡി ഓഫ് വിച്ച് ഇസ് എ റെമഡി, ഇറ്റ്സ് എ കോമൺ ലോ റെമഡി. തേർഡ് വൺ, അൺലിക്വിഡേറ്റഡ് ഡാമേജ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായതാണ്. ഇനി 4ാമത്തെ കാര്യം, ഈ ഇത്രയും നേരത്തെ ഉള്ള സ്ലൈഡിൽ പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് എന്താണ് എക്സ്ക്ലൂസീവ്ലി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അതിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് 5ാമത്തെ, ഇറ്റ് ഈസ് നോട്ട് എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ ബ്രീച്ച് ഓഫ് മിയർലി ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻ. അപ്പൊ ഈ 6 കാര്യങ്ങളാണ്. അപ്പൊ സാൽമണ്ട് 6 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഓഫ് ടോർട്ടിന് സാൽമണ്ട് എസ് തൊട്ടാണല്ലോ തുടങ്ങുന്നത്, എസ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ 6 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ എന്താ? ഇറ്റ്സ് എ സിവിൽ വൺ. സെക്കൻഡ് വൺ എന്താണ്? ഇറ്റ്സ് ദ റെമഡി ഇസ് എ കോമൺ ലോ റെമഡി. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ഈസ് it is unliquidated. Tort is an unliquidated damage. And then next in the, it is not a breach of contract. Second last in the, it is not a breach of trust. Tort is not a breach of trust. And last one in the, it is tort is a breach of merely equitable obligation. അപ്പം എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്നുകൂടി നോക്കിക്കോളൂ. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ടോർട്ടിന്റെ ഏതൊരു ആൻസറിനകത്തും എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 6 പോയിന്റ്സ് ആണ് അതിൽ ഉള്ളത്. ടോർട്ട് ഈസ് എ സിവിൽ റോങ്.
It's a remedy. It's a remedy is common law remedy. Third one is tort is unliquidated damage. Fourth, it is not exclusively the breach of contract. It is not the breach of trust, but എന്താണ് ബ്രീച്ച് ഓഫ് നിയർലി ഒബ്ലിഗേഷൻ. അപ്പം ഈ 6 ഫീച്ചേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഇനി ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്, ട്രൈ പാർട്ടി റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കണം. ട്രസ്റ്റിനകത്തുള്ള പാർട്ടികൾ ആരൊക്കെയാണ്? ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റിയർ അല്ലെങ്കിൽ സെറ്റിലർ. എന്താണ് സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടി കൊടുക്കുന്നു. മൂന്നാമത്തെ ട്രസ്റ്റിയാണ് സെക്കൻഡ് പാർട്ടി. മൂന്നാമത്തെ ആരാണ്? ബെനിഫിഷ്യറി. അപ്പം ട്രസ്റ്റിയർ, ഫസ്റ്റ് പാർട്ടി ട്രസ്റ്റിയർ, സെക്കൻഡ് പാർട്ടി ട്രസ്റ്റി, തേർഡ് പാർട്ടി ബെനിഫിഷ്യറി. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ട്രസ്റ്റ് ഈസ് എ ട്രൈ പാർട്ടി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്? എനി എക്സാമ്പിൾ ഫോർ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയാമോ? ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടാണ് ചോദ്യം. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഹലോ, ആരും ഇല്ലേ? ഫിഡ്യൂഷ്യറി എന്തോ കേട്ടില്ല. മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ്. യെസ്. മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഡോക്ടർ പേഴ്സൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഇതിന് പഠിക്കുകയാണല്ലോ, അഡ്വക്കേറ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് ഒരു ഫിഡ്യൂഷ്യറി, ട്രസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരു 3 പാർട്ടി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഒന്ന് ട്രസ്റ്റ് സെറ്റിലറായിട്ട്, പിന്നെ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റി, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ബെനിഫിഷ്യറി. ബെനിഫിഷ്യറിക്ക് വേണ്ടി ട്രസ്റ്റിന്റെ എന്താണ് ട്രസ്റ്റിന്റെ ബെനിഫിറ്റ്സ് ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ ട്രസ്റ്റിയുടെ ജോലി. ദാറ്റ് ഈസ് ട്രസ്റ്റ്. ഇനി ഞാൻ 4 ഡെഫിനിഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ എല്ലാം ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ നോട്ട്സ് ആണ്. അപ്പം ഡെഫിനിഷൻ നിങ്ങൾ 1 2 ഒക്കെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് 2 മതി. വിൻഫീൽഡിൻ്റെ ആണ് അടുത്തത്. ഞാൻ ഇതിനകത്ത് ഫസ്റ്റിനകത്ത് പറഞ്ഞു സാൽമണ്ടിന് 6 പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഇത് നമുക്ക് നോക്കാം വിൻഫീൽഡിൻ്റെ എങ്ങനെയാണ്. Tortious liability arises from breach of a duty primarily fixed by law. First thing, breach of a duty primarily fixed by law. വിൻഫീൽഡിനകത്ത് 2 ഉള്ളൂ. എന്താണ്? breach of a duty primarily fixed by law, and this duty is towards person generally, and its breach is redressable by the action for unliquidated damages. 3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ടോർഷ്യസ് ലയബിലിറ്റി എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നു? ടോർഷ്യസ് ലയബിലിറ്റി എന്താണ്? ടോർഷ്യസ് ലയബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് കമ്മിറ്റിംഗ് എ ടോർട്ട്. ലയബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് കമ്മിറ്റിംഗ് എ ടോർട്ട് അതാണ് ടോർഷ്യസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. Tortious liability arises from where? From the breach of duty, which is primarily fixed by law, and this duty is towards the persons generally. ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടിയിട്ടുള്ള, ജനറലി അവർക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് ബ്രീച്ച് ഈസ് റിഡ്രസബിൾ ബൈ ആൻ ആക്ഷൻ. ഇത് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ ആക്ഷൻ എന്ന് നിയമ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്യൂട്ട് എന്നാണ്. ഒരു കേസ് കൊടുക്കുന്നതിനാണ് ആക്ഷൻ. ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജ്. അതായത് ദാറ്റ് ഈസ് എ സ്യൂട്ട് ഫൈൽഡ് ഫോർ ക്ലെയിമിങ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. നമ്മൾ ഇതിന് ഇൻ ബിറ്റ്വീൻ കുറേ കാര്യങ്ങളുണ്ട്.
An action for unliquidated damages means a suit filed for claiming unliquidated damages resulted from committing a tort. അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് 3 ഫീച്ചേഴ്സ് ആണ്. ടോർഷ്യൽ ലയബിലിറ്റി അറൈസസ് ഫ്രം the breach of a duty primarily fixed by law. That is first one. And this duty is towards person generally. That is generally fixed by law. Then its breach is redressable by an action for unliquidated damages. അപ്പോൾ സാൽമണ്ടിന്റെ 6 പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 3 പോയിന്റ്സേ ഉള്ളൂ. എന്താണ് സാൽമണ്ടിന്റെ 6 പോയിന്റ്സ് ഏതൊക്കെയാണ്? A tort is a civil wrong. First one, which is the remedy for common law remedy, which the remedy is for common law remedy, and it's an unliquidated damages, which is not exclusively the breach of contract or the breach of trust or the breach of merely equitable obligation. അപ്പൊ അങ്ങനെ 6 പോയിന്റ്സ് അതിനകത്തുള്ളത്. ഇവിടെ എന്താണ്? വിൻഫീൽഡിനകത്ത് 3 പോയിന്റ്സേ ഉള്ളൂ. എന്തൊക്കെയാണ്? Tortious liability arises from the breach of a duty primarily fixed by law, and this duty is towards persons generally, and its breach is redressable by the action for unliquidated damages. അതിന്റെ ഷോർട്ട് കമ്മിങ്സ് നിങ്ങൾ അത് പ്രയാസമില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക, കുറച്ച് നേരം ആയതുകൊണ്ടാണ്. ഇത് ഫ്രേസറിന്റെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു 4 എണ്ണമാണ് ഫ്രേസർ പറയുന്നത്. എ ടോർട്ട് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് റൈറ്റ് ഇൻ റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗൻസ്റ്റ് എൻ്റെ റെപ്യൂട്ടേഷൻ. അത് എനിക്ക് മുഴുവൻ ആൾക്കാർ, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും എൻ്റെ റെപ്യൂട്ടേഷനെ ഡിഫൈൻ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അവിടെയുള്ള ആ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിങ്ങളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫമേഷൻ എന്ന് പറയുന്ന ടോർട്ട് കമ്മിറ്റ് ചെയ്തു. ടോർട്ട് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് റൈറ്റ് ഇൻ റെൻ ഓഫ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗിവിംഗ് ദ റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ അറ്റ് ദ സ്യൂട്ട് ഓഫ് ഇൻജേർഡ് പാർട്ടി. നമ്മൾ നേരത്തെ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ മീൻസ് സ്യൂട്ട്. ഇതെല്ലാം തന്നെ സിമിലർ ഡെഫിനിഷൻസ് ആണ്. നിങ്ങൾ അതിന്റെ ശരിക്കും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. ആസ് പെർ 2 Clause M of Limitation Act 1963, tort means a civil wrong which is not exclusively a breach of contract or a breach of trust. ഇവിടെ എല്ലായിടത്തും ഇത് ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ്. അപ്പൊ പേഴ്സൺ ഹു കമ്മിറ്റ്സ് ടോർട്ട് ഈസ് കോൾഡ് ടോർട്ട് ഫീസർ. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഓർക്കില്ല എന്തൊക്കെയായിരുന്നു എന്നുള്ളത്? ഫീച്ചേഴ്സ്, ടോർട്ട് എന്താണ് ടോർട്ട് എന്ന് പറഞ്ഞു, എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പബ്ലിക് ഇഞ്ചുറി എന്താണ്, പ്രൈവറ്റ് ഇഞ്ചുറി എന്താണെന്ന് പറഞ്ഞു, റൈറ്റ് ഇൻ റം എന്താണ്, റൈറ്റ് ഇൻ പേഴ്സോണ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഫീച്ചേഴ്സ്? 4 എണ്ണം ഉണ്ട്. It is a civil wrong, then it's a common law remedy, then അടുത്ത എന്താണ് unliquidated damage, tort is an unliquidated damage, then അടുത്തത് എന്താണ് it's a civil wrong other than breach of contract or trust. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ 4 ഡെഫിനിഷൻ. സാൽവെന്റെ ഡെഫിനിഷനകത്ത് 6 പോയിന്റ്സ് ഉണ്ട്, വിൻഫീൽഡിനകത്ത് 2 പോയിന്റ്സ് ഉണ്ട്, ഫ്രേസറിന്റെ അതുപോലെ ഞാൻ പറഞ്ഞു, ലിമിറ്റേഷൻ ആക്ടിനകത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 സ്ലൈഡായിരുന്നു എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ജോയിനിങ് ക്ലാസ്. Thank you, sir. Bye. Thanks.